സ്കൂളിൽ നിന്നും മടങ്ങവേ തട്ടിക്കൊണ്ടുപോകപ്പെട്ട നൈജീരിയയിലെ എമുരയിലെ അപ്പസ്തോലിക് ഫെയ്ത്ത് ചർച്ച് സ്കൂളിലെ 6 കുട്ടികളെയും 2 അധ്യാപകരെയും മോചിപ്പിച്ചു. ജനുവരി 29-ന് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങവെയാണ് കുട്ടികളെയും അധ്യാപകരെയും ഡ്രൈവറെയും അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയത്. തടവിലാക്കപ്പെട്ട 6 ദിവസത്തിനു ശേഷം ഫെബ്രുവരി 4-ന് പുലർച്ചെ 2 മണിയോടെയാണ് സുരക്ഷാസേന കുട്ടികളെ മോചിപ്പിച്ചത്. എന്നാൽ സ്കൂൾ ബസിന്റെ ഡ്രൈവർ തായ റസാക്കിയെ അക്രമി സംഘം കൊലപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ചില അറസ്റ്റുകൾ നടന്നെങ്കിലും മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്ന് സുരക്ഷാസേന അറിയിച്ചു. നൈജീരിയയിലെ ഇബാദാൻ പ്രവിശ്യയിലെ കത്തോലിക്ക ബിഷപ്പുമാർ തങ്ങളുടെ പ്രവിശ്യയിൽ തുടർച്ചയായി നടക്കുന്ന നിർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ദക്ഷിണ കൊറിയയിൽ ഒരു വലിയ തണ്ണീർത്തടത്തിന് ഭീഷണിയാകുന്ന സർക്കാർ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ച വനത്തിൽ കുർബാന നടത്തി ഡേഗു അതിരൂപത. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി വന്യജീവികളുടെ ആവാസ കേന്ദ്രമായ പാൽഹിയോൺ തണ്ണീർത്തടത്തിന് മുകളിലൂടെ പാലം നിർമ്മിക്കുന്ന സർക്കാരിന്റെ പദ്ധതിക്കെതിരെ ഒരു പ്രതിഷേധ ക്യാമ്പയിൻ എന്നോണമാണ് ദിവ്യബലി നടത്തിയത്. വിശ്വാസികൾക്കൊപ്പം നിരവധി പരിസ്ഥിതി പ്രവർത്തകരും ദിവ്യബലിയിൽ പങ്കാളികളായി. പ്രതിമാസം വനത്തിൽ ദിവ്യബലി നടത്തുക എന്ന ക്യാമ്പയിന് ആഹ്വാനം ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ദിവ്യബലിയാണ് നടന്നതെന്ന് അതിരൂപതയുടെ പരിസ്ഥിതി സമിതി ചെയർമാൻ ഫാദർ ബെനഡിക്ട് ലിം സ്മുഹോ പറഞ്ഞു. ക്രൈസ്തവർക്ക് സൃഷ്ടിയുമായുള്ള ബന്ധം എന്ന ആശയം മനസ്സിലാക്കാനുള്ള അവസരമായിരുന്നു ഈ ദിവ്യബലിയെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ സൃഷ്ടികളുമായുള്ള സഹവർത്തിത്വത്തിനായി നാം ഇപ്രകാരം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇതെന്നും ദിവ്യബലി മധ്യേ നടന്ന പ്രസംഗത്തിൽ വൈദികൻ കൂട്ടിച്ചേർത്തു. വിർജീനിയ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയുടെ പരിഗണനയിലുള്ള പരസഹായത്തോടെയുള്ള ദയാവധ ബില്ലിനെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് US-ലെ വിർജീനിയയിലെ മെത്രാൻമാർ നിസ്സഹായരെ കൂടുതൽ നിസ്സഹായരാക്കുന്ന ബില്ലാണ് ഇതെന്നും അവരെ ഇത് മരണകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണെന്നും അർലിംഗ്ടൺ മെത്രാനായ ബിഷപ്പ് മൈക്കിൾ ബർബിഡ്ജും റിച്ച്മോണ്ട് ബിഷപ്പ് ബാരി ക്നെസ്നൌട്ടും മുന്നറിയിപ്പ് നൽകി. മനുഷ്യജീവൻ എന്നത് പരിപാവനമാണെന്നും അതൊരിക്കലും ഉപേക്ഷിക്കപ്പെടാനോ അവഗണിക്കപ്പെടാനോ പാടുള്ളതല്ല എന്നും വിർജീനിയയിലെ മെത്രാൻമാരുടെ പ്രസ്താവനയിൽ പറയുന്നു. ചില സംസ്ഥാനങ്ങളിലെ ഇൻഷുറൻസ് കമ്പനികൾ ക്യാൻസർ ചികിത്സയ്ക്ക് പണം നൽകാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ദയാവധ മരുന്നുകൾക്ക് മരുന്ന് നൽകാൻ തയ്യാറാണെന്നത് വൈരുദ്ധ്യം നിറഞ്ഞ നടപടിയാണെന്നും മെത്രാൻമാർ എടുത്തു പറഞ്ഞു. രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില സംഘടനകളും ഈ വിഷയത്തിൽ നേരത്തെ ആശങ്ക പങ്കുവച്ചിരുന്നു. ബില്ല് മുൻപോട്ട് പോകുന്ന അവസ്ഥാവിശേഷം ഞെട്ടിപ്പിക്കുന്നതും വിഷമം ഉളവാക്കുന്നതുമാണെന്ന് പറഞ്ഞ മെത്രാൻമാർ ബില്ലിനെ എതിർക്കാൻ ജനപ്രതിനിധികളോട് ആവശ്യപ്പെടണമെന്ന് ഇരു രൂപതകളിലെയും വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിന്റെ പരസ്യജീവിതത്തെ ആസ്പദമാക്കിയുള്ള ബൈബിൾ പരമ്പരയായ ദ ചോസണിന്റെ 4ാമത്തെ ഭാഗം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായി മുൻപോട്ട്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ചോസൺ കളക്ഷൻ നേട്ടത്തിൽ യൂണിവേഴ്സ് പിക്ചേഴ്സിന്റെ ആർഗിലേക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ്. 2300 തിയേറ്ററുകളിൽ നിന്ന് വമ്പൻ തുകയാണ് ചോസൺ സ്വന്തമാക്കിയത്. 11 കോടിക്കടുത്ത് പ്രേക്ഷകരാണ് ലോകമെമ്പാടും പരമ്പരയ്ക്കുള്ളത്. ഡാളസ് ജെങ്കിൻസ് സംവിധാനം ചെയ്യുന്ന പരമ്പര ലയൺസ് ഗേറ്റ് ആണ് വിതരണം ചെയ്യുന്നത്. ജൊനാഥൻ റൂമി, ഷഹാർ ഐസക്, പരാസ് പട്ടേൽ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. മുൻപത്തെ എപ്പിസോഡുകളിൽ യേശുവിന്റെ പരസ്യജീവിതകാലത്തെ പ്രബോധനങ്ങളും ഉപമകളും ഇതിവൃത്തമായപ്പോൾ കുരിശുമരണത്തിന് മുന്നോടിയായി യേശു കടന്നുപോകുന്ന വേദനകളാണ് ഇത്തവണ സീരീസിൽ പ്രമേയമാകുന്നത്. ക്രൈസ്തവർ നടത്തുന്ന സ്കൂളുകളിലെ ക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും രൂപങ്ങളും കുരിശും ഉടൻ മാറ്റണമെന്ന് ഭീഷണി മുഴക്കി തീവ്ര ഹിന്ദുത്വ സംഘടന. സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വൈദികരും സന്യാസിനിമാരും സഭാവസ്ത്രങ്ങൾ ധരിച്ച് ജോലി ചെയ്യരുതെന്നും സ്കൂളുകളിൽ ക്രൈസ്തവ പ്രാർത്ഥനകൾ പാടില്ലെന്നും ഇവർ നിർദ്ദേശിച്ചു. കുടുംബസുരക്ഷാ പരിഷത്ത് പ്രസിഡന്റ് സത്യരഞ്ജൻ ബറുവ ഗുവാഹത്തിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. 10-15 ദിവസത്തിനകം ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ തങ്ങൾ വേണ്ടത് ചെയ്യുമെന്നും അതിൻ്റെ ഉത്തരവാദിത്വം സ്ഥാപന അധികൃതർക്കായിരിക്കുമെന്നും ഇക്കൂട്ടർ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരമൊരാവശ്യം ആരും ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ലെന്നാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അധികാരികൾ വ്യക്തമാക്കുന്നത്. ആവശ്യം ഉന്നയിച്ചിരിക്കുന്നവർ ചെറിയൊരു വിഭാഗമാണ്. സർക്കാർ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്നും എങ്കിലും ആശങ്കയുണ്ടെന്നും അവർ അറിയിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.